കേസ് കൊടുത്ത് നടക്കൂല. കാരണം ലിബി എഴുതി വെച്ച പോസ്റ്റാണ് ഞാൻ വായിച്ചത്. പക്ഷെ കഥ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ കഥ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. അതായത് ഇന്ദ്രനിക്ക് ഉർവശി രംഭ ദേവക തിലക എല്ലാവരും ഉണ്ടായിട്ടും മറ്റൊരു പെണ്ണിനെ ബ്രഹ്മാവ് ഉണ്ടാക്കുമ്പോൾ ആ പെണ്ണിൽ അകിഷ്ടനാകുന്നു, അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, അവളെ കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പന്തയത്തിൽ പങ്കെടുക്കുന്നു, പന്തയത്തിൽ ജയിക്കുന്നു. സഹോദര തുല്യനായ നാരദനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ഗൗതമുനിക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. ഗൗതമുനിക്ക് പ്രോഗ്രാം ചെയ്യാൻ അറിയുന്നില്ല. പ്രോഗ്രാം ചെയ്യാൻ അറിയാത്ത ഗൗതമുനിയുടെ അടുത്ത് നിന്ന് ഈ പെണ്ണിനെ ഒരു വട്ടമെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി അങ്ങോട്ട് ചെല്ലുന്നു. പാതിരാ സമയത്ത് പോയി കോഴി കൂവി അയാളെ അവിടുന്ന് എടുത്ത് മാറ്റുന്നു. പകരം ഇവൻ അങ്ങോട്ട് വേഷപ്രച്ഛനായി ചെന്ന് കയറുന്നു. പെണ്ണുമ്പിളയ്ക്ക് മനസ്സിലാവുന്നെങ്കിലും അനുഭവിച്ചു കൊടുക്കുന്നു. അവർ തമ്മിൽ നല്ല ഡിങ്കോലാഫിയ നടക്കുന്നു. ഡിങ്കോലാഫിയുടെ ആഫ്റ്റർ എഫക്റ്റായി അങ്ങനെ സന്തോഷിച്ച് കിടക്കുമ്പോൾ അങ്ങേര് തിരിച്ചു കയറി വരുന്നു. ഈ അവിഹിതം കണ്ടുപിടിക്കുന്ന മഹർഷി ശപിക്കുന്നു. 1000 യോനി ഉണ്ടാവട്ടെ നിനക്കെന്ന് പറയുന്നു. നിന്റെ സുന ഞാൻ ചെത്തിക്കളയുന്നു എന്ന് പറയുന്നു. അങ്ങനെ വൃക്ഷണങ്ങൾ ചെത്തിക്കളഞ്ഞ ഇങ്ങേറ് കാട്ടിലേക്ക് ഓടിക്കേറുന്നു. അഗ്നിദേവൻ വന്ന് ഇങ്ങേർക്ക് ആട്ടിന്റെ സുന എടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ പെണ്ണിനെ ശിലയാക്കി മഴയത്തും വെയിലത്തും ആക്കി നിർത്തുന്നു. പണിഷ്മെന്റിന്റെ രീതിയാണ്. മറ്റേ ആൾക്ക് 1000 യോനിയും കൊണ്ട് നടക്കുമ്പോൾ തന്നെ വസൂരി വരുന്നു. വസൂരി വരുന്ന സമയത്ത് അതിൽ കൂടെ പൊട്ടി സ്രവങ്ങൾ ഒലിച്ച് കഷ്ടപ്പെട്ട് വസൂരി കലയും കൊണ്ട് നടക്കുന്ന ഒരു ഗതികേട് അങ്ങേർക്ക് വരുന്നുണ്ടെന്നും കഥയിലുണ്ട്. ഇനി ഇതൊന്നും പോരാതെ ഇങ്ങേര് അഗ്നിദേവൻ ഇവരെയും കൊണ്ടുവന്ന് ആദിപരാശക്തിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ആദിപരാശക്തി ഗൗതമുനിയോട് ചോദിക്കുന്നു, ഞാൻ അവന് മാപ്പ് കൊടുത്തോട്ടെ അല്ലെങ്കിൽ ഓക്കെ ചെയ്തോളൂ എന്ന് പറയുന്നു. പക്ഷെ ശക്തി കുറഞ്ഞതുകൊണ്ട് അവിടെ ഈ യോനികൾ അടയ്ക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടും യോനിയുമായി ഒരു യോനിയും കൊണ്ട് ആളുകൾ നടന്നാൽ തന്നെ ബലാത്സംഗമാണ്. ഇത്രയും 1000 യോനിയും കൊണ്ട് കിടക്കുന്ന ഇവനെ കണ്ട ആളുകൾ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുമെന്ന് അറിയുന്നത് കൊണ്ട് ഈ യോനികളുടെ എല്ലാം ഭാഗത്ത് ഒരു കണ്ണുകൾ വിറ്റ് ചെയ്ത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ സഹസ്രാക്ഷൻ എന്ന രീതിയിൽ ഇന്ദ്രൻ അറിയപ്പെടുന്നു. ഇന്ദ്രന്റെ മറ്റൊരു പേരാണ് സുരേഷ്. ഏകദേശം ചെറുപിടി കിട്ടിയില്ലേ? അപ്പൊ ഈ കഥ നല്ല കഥയാണ്. ഇതിനകത്ത് നിനക്ക് ഒരു കൊല്ലത്തേക്ക് ഇരുന്ന് പറയാനുള്ള സെക്സ് ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അഭിഹിതം. നീ മറ്റ് ഇല്ലാ കഥകൾ ഉസ്താക്കന്മാരുടെ തലയിലെയും ഖുറാൻ നീനെയൊക്കെ എടുത്തു വെച്ച് വിവർത്തിച്ച് പറയുന്നതിനെക്കാട്ടി എടി പുരാണങ്ങളിലോട്ട് ഇറങ്ങടി യുക്തിവാദി. നീ യുക്തിവാദിയല്ലേ? നീ എട്ടുകുച്ചിരിയുമാകട്ടെ, നീ യുക്തിവാദിയാവും. നിനക്ക് കമ്പി വർത്താനത്തിന് ഗോൾഡ് മെഡൽ കിട്ടും. അവന്മാരെ കൊണ്ട് ഒരു പിണ്ണാതിനും കൊള്ളത്തില്ലെന്ന് 5-6 മെമ്പർഷിപ്പല്ലേ നിനക്ക് കിട്ടൂ. നീ ടൈം ലൈൻ നോക്കടി, ഒരു പട്ടിച്ചാത്തിനും കാണാനും ഇല്ല. നിനക്ക് കാശ് ഉണ്ടാക്കണോ? ഞാൻ പറഞ്ഞു കേട്ടത് ഈ ആദ്യത്തെ സുന്നത്ത് എവിടെയാണെന്ന് അറിയാമോ? നമ്മളൊക്കെ ഇവന്മാരൊക്കെ വെറും ഊറാണ്, എല്ലാം കോപ്പിയടിയാണ്. ഇവര് സുന്നയുടെ അറ്റമാണ് ചെത്തുന്നത്. അവരങ്ങനെയല്ല, മൊത്തം ചെത്തിക്കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഹിന്ദു മതവിശ്വാസികൾക്ക്. അതെന്തെന്നറിയാമോ? നമ്മൾ ശിവനെ കണ്ടിട്ടില്ലേ? ശിവന് അത്യാവശ്യം ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പാർവതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിരി പ്രോബ്ലം കൂടിപ്പോയി. ആ പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ട് മഹർഷിമാരുടെ പെണ്ണുങ്ങളുടെ അടുത്തോട്ട് ഓടി വന്ന് കയറുകയാണ്. അങ്ങനെ ഇത് മഹർഷിമാര് കാണുമ്പോഴത്തേക്ക് ലിംഗം മുഴുക്കി അങ്ങോട്ട് ചെത്തി ദൂരെ കളയുന്ന രീതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ബലാത്സംഗത്തിന് കുറ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പണിഷ്മെന്റ് ഇതാണ്, സാമന അങ്ങ് മൊത്തം ചെത്തി കളയും. മനസ്സിലായില്ലേ? ഏത് അത് കോപ്പി അടിച്ചാണ് ഇവര് സുന്നത്ത് കല്യാണം. ഏതായാലും ആലോചിക്കട്ടെ. ലിംഗപുരാണം കേട്ട് മടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സഹസ്രാക്ഷൻ, സഹസ്രയോനി. സഹസ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അക്ഷരം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നാണ് അർത്ഥം. അപ്പൊ സഹസ്രാക്ഷൻ 1000 കണ്ണുള്ളവൻ, അതാണ് പറയുന്നത്. 1000 കണ്ണുള്ളവൻ സഹസ്രയോനി. ഹിന്ദുക്കളുടെ വേദങ്ങളിൽ പറയുന്ന പ്രധാന ദേവനും പിന്നീടുണ്ടായ കഥാപുസ്തകങ്ങളിലെ ദേവാദിദേവനുമായ ഇന്ദ്രനെ എന്താണ് ആരും ക്ഷേത്രം നിർമ്മിക്കാത്തത്? അത് നമ്മുടെ വിഷയമൊന്നുമില്ല. അയാൾക്ക് വേണമെങ്കിൽ ക്ഷേത്രം ഉണ്ടാക്കട്ടെ. നമുക്ക് കഥ